നമസ്കാരം കൂട്ടുകാരെ, എന്നാ ഉണ്ട് വിശേഷം? ഇന്നൊരു ഫിഷ് ബിരിയാണി ഞങ്ങൾ റെഡിയാക്കിയേക്കാന്ന് വെച്ചാൽ എങ്ങനെ കൂടുതലല്ലേ? അപ്പം നമുക്ക് പരിപാടിയിലോട്ട് തുടങ്ങും. ഫിഷൊക്കെ ആണെങ്കിൽ നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് പുതിനയില, ആവശ്യത്തിന് മല്ലിയില, രണ്ട് സവോള രണ്ടെണ്ണം അരിഞ്ഞിട്ടുണ്ട്, ഇഞ്ചി ആവശ്യത്തിന്, പച്ചമുളക് ശകലം വെളുത്തുള്ളി, ആവശ്യത്തിന് ടൊമാറ്റോയും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ചട്ടിയൊക്കെ വെച്ചിട്ട് തേണ്ട നമ്മളിത് എണ്ണയൊക്കെ വെച്ച് പതുക്കെ അങ്ങ് തുടങ്ങാൻ പോവാണ്. മീൻ ഫസ്റ്റ് നമ്മൾ വറക്കുക, അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. നമ്മുടെ വീഡിയോ ഒക്കെ ഭയങ്കര ലെങ്താന്ന് പറഞ്ഞിട്ട് ഒത്തിരി കൂട്ടുകാർ നമുക്കിത് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പിന്നെ ഫിഷൊക്കെ വറുത്തങ്ങ് സെറ്റാക്കി വെച്ചേക്കുകയാണ് കൂട്ടുകാർ. ഒരു സെറ്റ് വറുത്തിന് ഒരു സെറ്റും കൂടെ വറക്കാനുള്ളൂ. നമുക്ക് പെട്ടെന്ന് നമ്മുടെ പരിപാടികൾ കയറും. ഇവിടെ നമുക്ക് വേണ്ട ബിരിയാണിക്ക് വേണ്ട നല്ല ജീരകശാല കഴുകി നല്ല സെറ്റാക്കി വെച്ചേക്കുക കൂട്ടുകാരെ. ഇപ്പോൾ ഈ എണ്ണയൊക്കെ ചൂട് വന്നിട്ടുണ്ട്, നമുക്കൊന്നും ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മുടെ മീനൊക്കെ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡ് നമ്മുടെ മീൻ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെ. അപ്പം നമ്മൾ അരി വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് പട്ട, ജീരകം, ഏലയ്ക്ക, തക്കോലം ഇതെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ശകലം നമ്മുടെ ജാതിപത്രി, വയറുവേദന ഒന്നും ഉണ്ടായിരിക്കാൻ വേണ്ടി നല്ല ഇതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കുന്നുണ്ട്, ഒരു കുഴപ്പം വരുന്നില്ല. വേറെ നമ്മൾ ഇതിൻ്റെ വിത്തിൽ ഒരു കെമിക്കൽസും ചേർക്കുന്നില്ല, അത് ഓൺലി നാടൻ മസാല. അപ്പോൾ നമുക്ക് വെള്ളം തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിലൂടെ നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും കൂടെ ഇട്ടും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ എന്ത് മീൻ ബിരിയാണി, ഫിഷ് എപ്പം ബിരിയാണി ഉണ്ടാക്കുമ്പോഴും ആ ഫിഷിൻ്റെ കുറച്ച് സ്റ്റോക്ക് ഞാൻ ഒത്തിരിടും. ആ ഫിഷിൻ്റെ ആ സ്റ്റോക്ക് അരിക്കാത്ത എന്നാ ഫ്ലേവർ ആയിരിക്കും അറിയാം. ആ തലയും മുള്ളുമൊക്കെ ഇട്ടൊന്ന് വേവിച്ച് ആ വെള്ളം കുറച്ച് വിത്ത് ചേർക്കും. അത് തന്നെ സ്റ്റോക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ കഴിഞ്ഞിരിക്കുന്നു. ബാക്കി മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് നോക്കാം. അത് ആ മീൻ വറുത്ത ചട്ടിക്കകത്ത് തന്നെയാണ് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മീൻ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു തിക്ക് ഗ്രേവി. പക്ഷേ ശുദ്ധമായ കറിയാപ്പിൽ നമ്മൾ പറമ്പിൽ നിന്ന് പറിച്ചിട്ട് അതിനോട് നമുക്കിത് ബിരിയാണിക്ക് ഇട്ടുപോലെ തന്നെ കുറച്ച് ഗരം മസാല കൂടി ഒത്തിരി ചേർക്കുന്നുണ്ട്. പട്ട, ഏലയ്ക്ക, ശകലം പുതിന, പെരിഞ്ചീരകം, ശകലം ഗ്രാമ്പു, ഇതിനൊക്കെ ഒന്ന് കസ്റ്റമറും മരുന്നവർ നമുക്കൊന്ന് ഇതാക്കി വിടാം. നമുക്ക് അരിഞ്ഞു വച്ചേക്കുന്നതെല്ലാം നമുക്ക് പതുക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമുക്കിട്ട് ആദ്യം അതിൻ്റെ ഒന്ന് ഗോൾഡൻ കളറാകുന്ന വരെ നമുക്കൊന്ന് ഇതാക്കാം. ഇതിലേക്ക് പച്ചപ്പ് മാറുന്ന വരെ നമുക്കൊന്ന് ചെയ്യാം കേട്ടോ. നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഈ ഉരുളിയൊക്കെ ഉള്ളതുകൊണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കണം നല്ല സെറ്റാണ്. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ആ പച്ചപ്പ് മാറി ഒന്ന് സെറ്റായി വന്നിട്ട് കൂട്ടുകാർ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവോള നമുക്ക് ഗോൾഡൻ കളറായി കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ തക്കാളി ഇട്ട് കഴറ്റി മസാലകൾ ചേർക്കാം. ഇതിനൊക്കെ ആവശ്യത്തിന് നമുക്ക് മസാലയൊന്നും ആവശ്യമില്ല. ശകലം മുളക് പൊടി, ശകലം മഞ്ഞൾപ്പൊടി, ശകലം മല്ലിപ്പൊടി, ഇതിനാവശ്യം മാത്രമേ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഒരു സൈഡ് നമ്മുടെ വെള്ളം തിളച്ച് നല്ല സ്റ്റോക്കൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് കൂട്ടുകാർ. നമുക്ക് അരി പതൊക്കെ ചേർത്ത് കൊടുക്കാം. എൻ്റെ പൊന്ന് കൂട്ടുകാരെ, ഒരു രക്ഷയില്ല, എന്നാ മണമാണ്, ഇവിടെ നിൽക്കുന്നില്ല എൻ്റെ പൊന്നെ. അപ്പോൾ നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളം തിളച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ജീരകശാല അരിക്ക്. വലിയ അരിയാണെങ്കിൽ നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് അരി വെള്ളം അങ്ങനെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഫിഷ് ബിരിയാണി മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വേണ്ട ഇപ്പോൾ നമ്മൾ ഇട്ടേ ഉള്ളൂ തക്കാളി. ആ തക്കാളി അത് കിടന്ന് നമ്മൾ നന്നായിട്ട് വേകട്ടെ. അപ്പോൾ നമ്മുടെ സവോളയും തക്കാളി, ഇഞ്ചി മരത്തും എല്ലാം പച്ചവെള്ളം കൊണ്ട് നല്ല സെറ്റായി വരുന്നുണ്ട് കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ആയി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് മീനങ്ങ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവിയൊക്കെ സെറ്റായി വന്ന് അരി കയറ്റി നല്ല ദം അടിച്ച് വെച്ചിട്ടുണ്ട് കൂട്ടുകാരെ. നല്ല മല്ലിയിലയും പുതിനയിലും എല്ലാം ആയിട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം കൂട്ടുകാരെ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. എൻ്റെ കൂട്ടുകാർ നല്ല അടിപൊളി ബിരിയാണി, നല്ല സെറ്റ് ബിരിയാണി. എന്നാ ടേസ്റ്റാണ് അറിയോ ഫിഷ് ബിരിയാണി. അപ്പം കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ഒന്ന് ഇത് ചെയ്ത് നോക്കണം, ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഇതുപോലുള്ള ബിരിയാണി കേട്ടോ. അപ്പം കൂട്ടുകാരെ, ശരി എന്നേ, കീപ്പ് ഇൻ ടച്ച്.